ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച കഥ അബി ഡ്രൈവിംഗ് പഠിക്കുന്ന വീഡിയോയുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് കേൾക്കാം. അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് എൻ്റെ അമ്മയുടെ മാത്രം ആഗ്രഹമായിരുന്നു. എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ വണ്ടി ഓടിക്കുന്നു, നമ്മൾ സൈഡിലിരിക്കുന്നു, കാഴ്ചകൾ കാണുന്നു. അതിനോളം സുഖമുണ്ടായിരുന്നില്ല എനിക്ക് ആദ്യം ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക എന്ന ചിന്തയോട്. അപ്പോൾ അമ്മയുടെ നിർബന്ധപ്രകാരം നമ്മൾ അച്ഛൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു. മുന്നേ ചേച്ചിമാരൊക്കെ അച്ഛൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടുള്ള ആ ഒരു ഓർമ്മയിലാണ് എനിക്കിത് പഠിക്കാൻ വലിയ താല്പര്യമില്ലാത്തത്. കാരണം അമ്മാതിരി അടിയാണ് അവരൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. അത് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും പ്രശ്നം. ഈ ചേച്ചിമാരുടെ കഥ പോട്ടെ, അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുണ്ട്, ആൾക്ക് വരെ അടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആളെൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു, ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഭാര്യയല്ലേ, വണ്ടി ഓടിക്കാൻ പഠിക്കുന്നതില്ല, അങ്ങനത്തെ ഒരു ന്യായങ്ങളും ഇല്ല, നല്ല അടി കിട്ടി പഠിച്ചാലേ ശരിയാവുള്ളൂ. ഈ ഒരു സംഭവത്തിൽ അബിക്ക് ചെറിയൊരു അടി കിട്ടി. പക്ഷേ ഇവൻ അടി കിട്ടില്ല എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. എന്തായാലും ചെറിയൊരു അടി അവൻ വാങ്ങി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ പാവം മാത്രം അടി കിട്ടാതെ പഠിക്കരുതല്ലോ. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ പഠിച്ച് ഏകദേശം ഇതേമാതിരി അന്നൊരു കോളേജ് ഉണ്ട്. ഞാൻ ഈ കോളേജൊക്കെ എടുത്തിട്ട് ഇതേ വഴി പോയി എങ്ങനെയൊക്കെയോ സെൻറ്റർ വരെ എത്തിച്ചു. സെൻറ്ററിലെത്തിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഓഫായിട്ട് എനിക്ക് പിന്നെ എന്ത് ചെയ്തിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ടെൻഷനാണ്. കാരണം ബാക്കിൽ പാലക്കാട് ലിമിറ്റഡ് സ്റ്റോപ്പ് നിന്ന് ഹോൺ അടിക്കുക. അയാൾ ഹോൺ അടിക്കേണ്ട അതേ ഋതത്തിൽ അച്ഛൻ എന്നെ അടിക്കുന്നുണ്ട്, മീൻസ് കയ്യിൽ കേട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ അച്ഛന്മാരെന്താ ചെയ്യുക, വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അവർ വന്ന് വണ്ടി എടുക്കും. നമ്മുടെ അച്ഛൻ അതൊന്നും ചെയ്യില്ല. ഞാൻ വണ്ടി എടുക്കുന്നവരെ അയാൾ ഹോൺ അടിക്കുന്നു, അച്ഛൻ എന്നെ അടിക്കുന്നു. അവസാനം ഗതി കെട്ട് എങ്ങനെയൊക്കെയോ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അതിനകത്തേക്ക് കൊണ്ടുപോയി. അമ്മയുടെ വീട്ടിലെത്തി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചാവി കൊടുത്തു. ഇനി ഞാൻ വണ്ടി ഓടിക്കുന്നില്ല എന്ന തീരുമാനത്തിലെത്തി. ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അപ്പോൾ ഞാനത് നിർത്തി. അതിനുശേഷം പിന്നീട് എൻ്റെ അനിയത്തി വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗ് ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്ത്. അപ്പോൾ എനിക്കൊരു ഫീലിംഗ് വന്നു, കാരണം ഇനി ഞാനിത് പഠിച്ചില്ലെങ്കിൽ ഭയങ്കര മോശമായി പോവില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും പഠിക്കളത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അപ്പോഴത്തേക്കും അച്ഛൻ ഭയങ്കര പാവമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അച്ഛൻ അങ്ങനെ വല്ലാണ്ട് തല്ലുക, ദേഷ്യപ്പെടുക, ആ വക ഗുസ്തികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തോ ഭയങ്കര ധൈര്യമായി. പിന്നെ ഓൾറെഡി മുന്നേ കുറച്ച് പഠിച്ചിട്ടുള്ളത് കൊണ്ടും ലൈസൻസ് എടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ടും വേറെ റിസ്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോളേജ് മാറിയിട്ട് അച്ഛൻ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ഒരു സെക്കൻഡ് ഹാൻഡ് ഓൾട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ചെറിയ വണ്ടി ആകുമ്പോൾ റോഡ് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അങ്ങനെ ഇരിക്കെ അച്ഛൻ ഒരു ദിവസം പെട്ടെന്ന് എവിടെ നിന്നാണെന്നറിയില്ല, നീ ആ വണ്ടി എടുത്ത് പൊക്കോളൂ എന്നൊരു ധൈര്യം തന്നു. അങ്ങനെ ധൈര്യം തരാൻ അച്ഛന് മാത്രമേ സാധിക്കൂ. നോർമലി എല്ലാവർക്കും ഭയങ്കര പേടിയായിരിക്കും, അയ്യോ ഇതെവിടെയും കൊണ്ട് ഇടിക്കുമോ, കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ. പക്ഷേ എൻ്റെ അച്ഛൻ ആ കാര്യത്തിൽ അൾട്രാ ഡീസൻ്റാണ്. അങ്ങനെ ഒരു പേടിയുമില്ല. പോയിട്ട് വരട്ടെ, അത് ആളുടെ കോൺഫിഡൻസ് ആണ്. ആ കോൺഫിഡൻസ് ഉള്ളവരുടെ അടുത്ത് മാത്രമേ ആ വണ്ടി എടുത്ത് പൊക്കോളാൻ പറയുള്ളൂ. അങ്ങനെ ആദ്യം ഞാൻ വണ്ടി എടുത്ത് അമ്മയുടെ വീട്ടിൽ തന്നെ പോയി. അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് ധൈര്യം കൂടിയല്ലോ, ഞാൻ അവിടെ നിന്ന് വല്യമ്മയുടെ വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ദെൻ ഞങ്ങൾ സിൽവർ സ്റ്റോമിക്ക്, ഞാൻ, എൻ്റെ അനിയത്തി, എൻ്റെ ചേച്ചി, അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി സിൽവർ സ്റ്റോമിൽ പോകാൻ ഡിസിഷൻ എടുത്തു. ഞങ്ങൾ പോയി. എന്ത് ധൈര്യത്തിലാണ് ഇന്നും ഞങ്ങളെ വിട്ടതെന്ന് എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ തിരിച്ചെത്തി. അന്ന് ഞാൻ പെടാപ്പാടിന് കയ്യും കണക്കില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഓഫീസിൽ പോകുമ്പോൾ വണ്ടി എടുത്ത് പോകും, തിരിച്ചെത്തും. എനിക്ക് എന്നാലും പേടിയാണ്. മെയിൻലി ഈ ടോറസ് വരുമ്പോൾ ഭയങ്കര പേടിയാണ്, എന്താണെന്നറിയില്ല. പിന്നെ ഈ രാജപ്രഭ അങ്ങനത്തെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളില്ലേ, അവരെ കാണുമ്പോൾ ഭയങ്കര പേടി. ബട്ട് സ്റ്റിൽ അങ്ങനെ വണ്ടി ഓടിക്കൽ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അമ്മയുടെ ആഗ്രഹം സബലീകരിച്ചു. അമ്മയും കൊണ്ട് ഇടയ്ക്ക് പുറത്ത് പോകും, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകും. അമ്മയുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ 1-2 തവണയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് നമ്മൾ കുറച്ച് കാലത്തേക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ വീണ്ടും വണ്ടിയായിട്ടുള്ള ബന്ധം കുറച്ചധികം കാലത്തേക്ക് ഒഴിവാക്കി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചറൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ വീണ്ടും പേടി. 2 വീലർ ഓടിക്കാൻ വരെ പേടി. അമ്മാതിരി അവസ്ഥയിലെത്തി. പിന്നെ എങ്ങനെയൊക്കെയോ നമുക്ക് പുറത്ത് പോകണമെങ്കിൽ എന്തായാലും ഒന്നല്ലെങ്കിൽ അച്ഛനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ 2 വീലർ എടുക്കണം. അപ്പോൾ 2 വീലർ മെല്ലെ എടുത്തു തുടങ്ങി. എന്നാലും 4 വീലറിൽ തൊടില്ല എന്ന് തന്നെ പേടി, വേറൊന്നുമല്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിലും വീണ്ടും അച്ഛൻ കൊണ്ടാക്കേണ്ട അവസ്ഥയായി. അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു,
അപ്പോൾ ഒരു കാർ എടുത്ത് തന്നു. അപ്പോൾ ആ കാർ എടുത്ത് തന്നപ്പോൾ ഇനി അത് ഓടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഫസ്റ്റ് ടൈം, അപ്പോൾ പുതിയ കാറാകുമ്പോൾ ടെൻഷൻ കൂടുതലാണ്, ഇതെവിടെയെങ്കിലും കൊണ്ട് ഉരയ്ക്കുമോ. അപ്പം നന്നായി പ്രാർത്ഥിച്ച് വണ്ടിയൊക്കെ എടുത്ത് പോയി. പിന്നെ വലിയ കുഴപ്പമുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരാം, ഇഷ്ടമുള്ളപ്പോൾ തിരിച്ചു പോകാം. ആരോടും പറയണ്ടല്ലോ, ലൈക്ക് ആരുടെയും കൺവീനിയൻസ് കാത്തു നിൽക്കണ്ട. ആരോടും പറയണ്ടല്ലോ എന്നല്ല, ആരുടെയും കൺവീനിയൻസ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട. അയാൾ ഇന്നത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ കൊണ്ടാക്കി തരും, അയ്യോ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഇതിന് ഫുൾ ക്രെഡിറ്റ് എൻ്റെ അമ്മയ്ക്കാണ്. കാരണം അമ്മയുടെ ഒരൊറ്റ ആളുടെ വാശിയാണ് നമ്മൾ രണ്ടുപേരും ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളത്. എപ്പോഴും വണ്ടി ഉണ്ടായിരുന്നെങ്കിലും എല്ലാ സമയത്തും നമ്മൾ അച്ഛൻ്റെ കൺവീനിയൻസ് കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അച്ഛൻ എല്ലായിടത്തും നമ്മൾ കൊണ്ടെത്തിക്കാറുണ്ട്, അതിലൊന്നും ഇന്നേ വരെ ഒരു മുടക്കം വന്നിട്ടില്ല. ബട്ട് ദെൻ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യമായിരുന്നു അത് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഏറെക്കുറെ വലിയ കുഴപ്പമില്ലാതെ ഓടിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ദേ അമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, മെയിൻ റോഡിൽ നിന്ന് മാറിയിട്ട്. ഈ വഴി കൂടെ ഞാൻ ആദ്യം ഏത് വണ്ടി ഓടിക്കാൻ പഠിക്കുമ്പോഴും, ആദ്യം 2 വീലർ ഓടിക്കാൻ പഠിക്കുമ്പോഴും പിന്നീട് 4 വീലർ ഓടിക്കാൻ പഠിച്ചപ്പോഴും ഒക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കും, അച്ഛന് ഈ മെയിൻ റോഡിലുള്ള ആരും കല്യാണം കഴിക്കാൻ കിട്ടിയില്ലേ, ഏതാണ്ട് ജുറാസിക് പാർക്കിലേക്ക് പോകുന്ന പോലെ അമ്മാതിരി തിരിവും വളവുമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചതും കുറച്ച് ഇടവഴിയിലേക്ക് തന്നെയാണ് കേട്ടോ. ഒരുമാതിരി വഴിയാണ്. അപ്പം അമ്മ ഇപ്പോൾ ബോൾ അമ്മയുടെ കോട്ടിലാണെന്ന് പറഞ്ഞ പോലെ, ഓ നിനക്ക് മെയിൻ റോഡിൽ ആരെയും കിട്ടിയില്ലേ എന്നൊരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത്. അപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോട്ടെ. ഇപ്പോൾ അച്ഛൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് തീരെ അടി വാങ്ങാതെ പോയൊരു വ്യക്തിയാണ് ദേ ഇരിക്കുന്നത്. ഇവൻ ബൈക്കും ബുള്ളറ്റൊക്കെ ഓടിച്ചിട്ട് ക്ലച്ചിന് ഭയങ്കര കൺട്രോളാണെന്നാണ് അച്ഛൻ പറയുന്നത്. അടുത്ത തവണ ഇവന് നല്ല അടി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സ്റ്റിയറിംഗ് കൺട്രോൾ അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ല, അതിലാണ് നമുക്കൊരു പ്രതീക്ഷ. ഞാൻ വാങ്ങിക്കൂട്ടിയ അടി, അയ്യോ ഇങ്ങനെ അടി എനിക്ക് വേറെ ഒരു കാര്യത്തിന് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടില്ല. പക്ഷെ ഡ്രൈവിങ് നോ വേ. അപ്പം ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഇതുവരെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഓടിച്ചിട്ടില്ല കേട്ടോ. ഇനി ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഇനിയും അടി കിട്ടുമായിരിക്കും. ഏറ്റവും രസകരമായ സംഭവം ഡ്രൈവിംഗ് ക്ലാസ്സിൽ എന്താ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രേക്ക്, ക്ലച്ച് ഇതൊക്കെ ചവിട്ടുന്ന സമയത്ത് ഞാനത് കൃത്യസമയത്ത് ചവിട്ടാൻ മറക്കും. അപ്പം അച്ഛൻ, ഇത് നിൻ്റെ അച്ഛൻ വന്ന് ചവിട്ടോ? ഞാൻ, ഹലോ മനസ്സിലായില്ല, യോ മൈ ഫാദർ, ആ ലെവലാണ്. അതാണ് എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ് ഓർക്കുമ്പോൾ ഏറ്റവും എന്താ പറയുക മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയും. ഞാൻ വണ്ടി ഓടിക്കണോ അത് ഇതിന് മറുപടി പറയണോ, ആ ഒരു മൊമെൻറ്റിലായിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഓരോന്നിനും ഓരോ കഥകളുണ്ടാവില്ലേ. സോ ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് സ്റ്റോറിയിലെ രസകരമായ മൊമെൻറ്റ്സ്. പിന്നെന്താ പറയുക, കണ്ടോ ഇവനെ ഭയങ്കരമായിട്ട് അച്ഛൻ സഹായിക്കുന്നു. എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, എനിക്കിത്ര സഹായമൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഈ സമയത്ത് നല്ല ചീത്തയാണ്. പിന്നെ അവൻ ആദ്യമായിട്ടാണ് കേട്ടോ വീട്ടിൽ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക എന്നല്ലാതെ മെയിൻ റോഡിലേക്ക് അവൻ ആദ്യമായിട്ടാണ് കയറ്റുന്നത്. ടു ബി ഫ്രാങ്ക് അവൻ വളരെ നന്നായിട്ട് ഓടിച്ചു. കുറച്ച് സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസിൽ മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം കൊണ്ടും ഹി വാസ് ഗുഡ്. നമുക്കൊക്കെ ഏറ്റവും പ്രോബ്ലം വരിക ക്ലച്ച് അമർത്താൻ മറക്കും, ആവശ്യമുള്ള സമയത്ത് കാലെടുക്കില്ല, പിന്നെ അതിൽ തന്നെ ചവിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ ഇഷ്യൂസൊന്നും അവനുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ തിരിക്കുന്നതും വീലിൻ്റെ കൺട്രോൾ, ലൈക്ക് എവിടെയാണ് വീലിൻ്റെ പൊസിഷൻ എന്നുള്ളത് അറിയാവുന്നതിൽ മാത്രമാണ് അവന് ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. സോ ഹീ വാസ് എ സ്മാർട്ട് സ്റ്റുഡൻറ്റ്. ചെറിയ അസൂയ, കുഴപ്പമില്ല, അർഹതയുണ്ടല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ മാമൻ്റെ വീട്ടിലെത്തി. ഇനി ഇവിടെ ഒരു വലിയ സമസ്യയുണ്ട്. ഇവർ ഈ മതിൽ പണിത് വെച്ചിരിക്കുന്നത് നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. പബി പറയാണ് ഞാൻ അകത്തേക്ക് കയറ്റുമെന്ന്. പക്ഷെ കയറ്റില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്, അച്ഛന് നല്ല ഉറപ്പാണ്. കാരണം അവൻ അതിനുള്ള പ്രോ ആയിട്ടില്ല. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഗുസ്തിയാണ് അകത്തോട്ട് കയറ്റുക. ഈ മതിലിനകത്തേക്ക് കയറ്റണമെങ്കിൽ കറക്റ്റൊരു കാൽക്കുലേഷൻ വേണം, എന്നാൽ മാത്രമേ ഇതിനകത്തേക്ക് കയറുള്ളൂ. ഇപ്പോൾ ഇവൻ വണ്ടി കൊണ്ടുവച്ചിട്ടുള്ള പൊസിഷനിൽ എന്തായാലും വണ്ടി കയറില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അവൻ വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ലാസ്റ്റ് അച്ഛൻ പറയും നടപടി ആവില്ല എന്ന്. ഇതുപോലെ ഒരു തവണ വിഷ്ണു പാപ്പനെയും ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനാണെങ്കിൽ കയറ്റുമല്ലോ. അത് കേട്ടപ്പോൾ പാപ്പൻ്റെ ഈഗോ ഹേർട്ടായി. പാപ്പൻ അവിടെ നിന്ന് ഗുസ്തി കളിച്ച് ഫൈനലി പാപ്പനകത്തേക്ക് കയറ്റി. ബട്ട് സ്റ്റിൽ നമ്മൾ മനസ്സിലാക്കണല്ലോ പാപ്പൻ
കുറേ കാലമായിട്ട് വണ്ടി ഓടിക്കുകയാണ്. അബി ആദ്യമായിട്ടാണ്. ഫോർ ദ നെക്സ്റ്റ് ടൈം അവൻ എന്തായാലും കയറ്റും. ഓക്കെ ബൈ.